ജന്മന തന്നെ ഒരേ നക്ഷത്രത്തിൽ പിറന്ന രണ്ടുപേരും, ഇവർക്ക് രണ്ടാൾക്കും രണ്ട് സ്വഭാവമായിരിക്കാം. ഒരു നക്ഷത്രത്തിൽ നിന്ന് 4 പാദങ്ങളുണ്ടെന്ന് പറയാം. ഈ 4 പാദത്തിൽ ജനിച്ചവർക്കും 4 സ്വഭാവങ്ങളാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നമ്മളെല്ലാവരും ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? സുധിയുടെ മരണശേഷം, അതിന് മുമ്പ് ഏതോ സ്റ്റേജ് പരിപാടിയിലൊക്കെ പരിചയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, പക്ഷെ നമ്മളതൊന്നും അത്ര കണ്ടും അങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യമല്ല. ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവാം, എന്നാൽ എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ സുധിയുടെ മരണശേഷം രേണു ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോപ്പുലറായി. ഏത് മാർഗത്തിൽ കൂടിയാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കി തന്നെ പറയാൻ പറ്റും, നെഗറ്റീവ് അടിച്ചിട്ടാണ് ആ കുട്ടി പ്രശസ്തിയിലേക്ക് പോയത്. അപ്പോൾ ഇതാണ്, ഒരേ നക്ഷത്രത്തിൽ പറഞ്ഞ പലർക്കും ഒരേ സ്വഭാവമാകണമെന്ന് നമ്മൾ ശഠിച്ചാൽ അത് ഒരിക്കലും സാധ്യമല്ല. ഇതിൽ നന്മയും തിന്മയും ചെയ്യുന്ന ആളുകളുണ്ട്. നന്മ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒരു കാരണവശാലും തിന്മയുടെ മാർഗത്തിൽ കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുപോലെ തന്നെ തിന്മയുടെ മാർഗത്തിൽ കൂടി പോകുന്നവരെ അവർ നല്ല വാക്ക് പറഞ്ഞ് നല്ല പ്രവർത്തികളിൽ കൂടി കൂട്ടിപ്പിടിക്കും, നല്ല രീതിയിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കും. അതേസമയത്ത് തിന്മയുടെ മാർഗത്തിൽ കൂടി പോകുന്ന, ജന്മന അങ്ങനെ കിട്ടിയിരിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ എത്ര നോക്കിയാലും നല്ല വഴിയിൽ കൂടി അവർ സഞ്ചരിക്കില്ല. അവർക്ക് ആ വഴി തന്നെ വിധിച്ചിട്ടുള്ളൂ, അവർ ആ വഴിക്കേ പോകുള്ളൂ. അവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അത് അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽപ്പെട്ട കുട്ടിയാണ് ഈ രേണുസുധി. രേണുസുധി ഞാൻ പറയുകയാണെങ്കിൽ, സുധിയുടെ മരണശേഷം ഒരു നല്ല ഫാമിലി വ്ലോഗ്, അപ്പനെ കൂട്ടാം അമ്മേനെ കൂട്ടാം ചേച്ചി ഭർത്താവ് മക്കൾ കിച്ചു ഋതപ്പൻ ഇവരെല്ലാവരും കൂടി ദൈനംദിന ജീവിത പ്രവർത്തികൾ യൂട്യൂബിലെടുത്തിട്ടാൽ മതിയായിരുന്നു. അവർക്ക് നല്ലൊരു മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ കിട്ടുമായിരുന്നു. പകരം ആ കുട്ടി എന്താ കാണിച്ചത്? അതൊന്നും ബുദ്ധിയിൽ, ഈ ആ മാർഗത്തിൽ കൂടി പോകുന്ന ആളുകൾക്ക് ഇതൊന്നും തലയ്ക്കകത്ത് കയറില്ല. അവർക്ക് വരാനുള്ളതൊക്കെ അവർ വാങ്ങിച്ചെടുത്തിട്ടേ അവർ തെറ്റും ശരിയും തിരിച്ചും മനസ്സിലാവും അവർക്ക്. അതുവരെ അവർ ഈ ദുഷിച്ച മാർഗത്തിൽ കൂടി തന്നെ സഞ്ചരിക്കും. എല്ലാവർക്കും അറിയാം അല്ലേ, ഈ രേണുവിൻ്റെ സഞ്ചാരപഥം ശരിയല്ല എന്ന് കേരളക്കരയാകെ എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ആ കുട്ടി അങ്ങോട്ട് ഫേമസായി. എങ്ങനെ ഫേമസായി? ആൽബം, അതൊക്കെ എത്രയോ ആളുകൾ ആൽബത്തെ അഭിനയിക്കുന്നു. പക്ഷേ ആ അഭിനയവും ഈ രേണുവിൻ്റെ അഭിനയവും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ അഭിനയം, എന്താണ് ഈ കുട്ടി കാണിച്ചു കൂട്ടുന്നത്, എന്താണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ തന്നെ കുട്ടിക്ക് രോഗമാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഈ കുട്ടി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഈ രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിനോട് തെറ്റ് പറഞ്ഞു, മാപ്പ് പറഞ്ഞു. ദൈവം, ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഈ കുട്ടി ഇങ്ങനെ ഇതുപോലെ ഒരു മാരക രോഗം കൊണ്ടാണോ ഇത്ര നാളും ജീവിച്ചു പോകുന്നത്? 10-15 വയസ്സായപ്പോൾ തൊട്ട് രോഗം കണ്ടു തുടങ്ങിയെന്ന് പറയുന്നു. ദൈവമേ, അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ആണല്ലോ കുട്ടി ഇങ്ങനെ ഒക്കെ ചെയ്തത്. ഞാനത് 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കേൾക്കണോ, ആ കുട്ടിക്ക് അങ്ങനെ രോഗം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇതാണ് പറയണത്. സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനൊരു അസുഖം ഉണ്ടാവില്ലായിരിക്കാം. ശരിക്കും ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല മാർഗത്തിൽ കൂടി സഞ്ചരിക്കായിരുന്നെങ്കിൽ എല്ലാ ജനങ്ങളും 2 കൈ നീട്ടി ആ കുട്ടീനെ സ്വീകരിക്കുമായിരുന്നു. ഇതുപോലെ ദുഷിച്ച വാക്കുകൾ, എന്തെല്ലാം ആൾക്കാർ പറയുന്നതല്ല, എന്തെല്ലാം ഈ പെൺകുട്ടി കാണിച്ചു കൂട്ടുന്നത്. ബിഷപ്പിനെ ചീത്ത പറയുന്നു, ആർമാദിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അടിച്ച് പൊളിച്ച് ആർമാദിച്ച് വിദേശത്തൊക്കെ പോയി യാത്ര ചെയ്ത് നമുക്ക് മറ്റൊരു ബലം ആ കുട്ടിക്ക് നമ്മൾ നോക്കുമ്പോൾ കാണില്ല. ഒറ്റയ്ക്കാണ്, പിന്നെ ചേച്ചിയുടെ ഭർത്താവ് അങ്ങനെ. അപ്പോൾ ഈ കുട്ടി വിദേശയാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് നല്ലൊരു എല്ലാവർക്കും ഒരു കരട് തന്നെയായിരുന്നു അതിൻ്റെ പ്രവൃത്തികൾ. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നു, മെഡിക്കൽ കോളേജ് IC എന്ന് പറയുന്നു, കാരിത്താസ് എന്ന് പറയുന്നു. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതാ പറയണത്,
ചില ആളുകൾ തിന്മയുടെ മാർഗത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കുള്ളൂ. അവരെ എങ്ങനെ നോക്കിയാലും നന്മയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കില്ല. അവരിൽ തമ്പുരാൻ വരച്ച വര അങ്ങനെയാണ്. അവർ ആ മാർഗത്തിൽ കൂടിയേ സഞ്ചരിക്കുള്ളൂ. അപ്പോൾ ഞാൻ മുൻകാലങ്ങളിൽ രേണുവിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായി പോയി എങ്കിൽ ഞാൻ വീണ്ടും ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു. ആ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചനം നേടി നല്ല ആരോഗ്യവതിയായിട്ട് എങ്ങനെയൊക്കെ ജീവിച്ചാലും പറ്റില്ല, തിരിച്ചു വരട്ടെ. കാരണം ആ രോഗം എന്ന് പറയുന്നത് അത്രത്തോളം വേദനാജനകമാണ്. അതാർക്കും എത്ര വലിയ ശത്രുവിനും വരാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ